കുറച്ച് ദിവസം മുമ്പ് ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ചങ്ങായിൻ്റെ അടുത്ത് വന്നാണ്ട് ചോദിച്ചു, എൻ്റെ ഇൻസ്റ്റാഗ്രാമത്തെയും അതുപോലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടാണ്, നിങ്ങൾ CA ഫൗണ്ടേഷൻ ഇൻ്റർവ്യൂ കഴിഞ്ഞാലേ എത്ര അറ്റംപ്റ്റിലാണ് പാസ്സായത്, എവിടെ പഠിച്ചത്, ഇതെങ്ങനെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ഇത് ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത്, ഇവിടെയൊക്കെയാണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. അപ്പോൾ ചോദിച്ചു ബോത്ത് ഗ്രൂപ്പ് എഴുതി, ആ ബോത്ത് ഗ്രൂപ്പും പാസ്സായി. അപ്പോൾ ഓന് +2 കഴിഞ്ഞ് നിൽക്കുകയാണ്, ഓനക്ക് ഇതെടുക്കാൻ താല്പര്യമുണ്ട്. ഓനോട് ചോദിച്ചു, ഓന് എടുക്കാൻ താല്പര്യമുണ്ട്, അപ്പോൾ എന്താ അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആക്ച്വലി എൻ്റെ ഗോൾ എന്താണെന്ന് ചോദിച്ചു. എന്താണ് ആഗ്രഹം, എന്താവാനാണ് ആഗ്രഹം, എന്താണ് ഗോൾ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, +2 കഴിഞ്ഞു, അപ്പോൾ ഇനി എന്തെങ്കിലും പഠിക്കണ്ട, എന്തെങ്കിലും ജോലി വേണം, ഒരു ജോലി കിട്ടി അങ്ങനെ ജീവിച്ചു പോവുക, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, എന്തിനാണ് അങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കാരണമൊന്നുമില്ല, പഠിക്കുക, അത് കഴിഞ്ഞ് എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഒരു ജോലി വാങ്ങുക, ഇതാകുമ്പോൾ അത്യാവശ്യം ശമ്പളം ഉണ്ടാവും. പിന്നെ എന്നോട് ചോദിച്ചു, ബുദ്ധിമുട്ടാണോ, പഠിക്കാൻ കഴിയാതിരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞെടുത്തു, ഇതൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു കോഴ്സാണ്, ഇത് ആർക്കും വേണമെങ്കിലും പഠിക്കാം, പഠിക്കാൻ വിചാരിച്ചാൽ കിട്ടും, അത്രേ ഉള്ളൂ. ഹ്യൂമൻ പൊട്ടൻഷ്യലൊക്കെ ഇതിനും എത്രയോ മുകളിലാണ്. അപ്പോൾ ഓനക്കൊരു കൃത്യമായിട്ടുള്ള ഒരു കാരണമല്ല ഇതെന്തുകൊണ്ടാണ് എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇനി വരുന്ന എല്ലാവരുടെ ഇടയിലും ഒരുവിധ ആൾക്കാരുടെ ഇടയിലൊക്കെ കാണുന്ന ഒരു മൈൻഡ് സെറ്റ് വരുന്നത്. അതായത് ഒരു സംഭവം എന്തിനാണ് ചെയ്യണമെന്ന് പോലും അറിയില്ല, എന്തിനാണ് ലൈഫ്, എന്തിനാണ് മുന്നോട്ട് പോകേണ്ടത്, എന്താണ് സ്വന്തം പർപ്പസ്, എന്താണ് സ്വന്തം ഇഷ്ടം, ഇങ്ങനൊന്നുമില്ലാതെ എല്ലാവരും എന്താണോ ചെയ്യണത് അതേപോലെ ചെയ്യണം. സോ ആ ഒരു മൈൻഡ് സെറ്റ് ഇവിടെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ എൻ്റെ ഉദ്ദേശം. ഹൗ ടു ബിൽഡ് എ മില്യണയർ മൈൻഡ് സെറ്റ്. ലെറ്റ്സ് ഗോ. സോ ആക്ച്വലി ഒരു മില്യണയർ ആവുക എന്നുള്ളത്, അല്ലെങ്കിൽ ഭാവിയിൽ ഒരുപാട് പൈസ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ, റിച്ച് ആവുക എന്നുള്ളത്, ഇതൊരിക്കലും ജന്മന ഉണ്ടാവുന്ന ഇൻ്റലിജൻസ് IQൻ്റെ ലെവലോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ ഭയങ്കര ടോപ്പറായതിൻ്റെ കാര്യമോ ഇതൊന്നുമല്ല. ഇത് ആക്ച്വലി ബേസിക്സ് ആണ്, കുറച്ച് ബേസിക് ഹാബിറ്റുകളാണ്. ഇപ്പോൾ ഈ മില്യണേഴ്സിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ബില്യണേഴ്സിൻ്റെ ഒക്കെ ലൈഫും ബുക്കൊക്കെ നമുക്ക് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാവുന്നത്. ആക്ച്വലി ഇന്ന ആളാവണമെന്നോ അല്ലെങ്കിൽ ഇന്ന രീതിയിലാവണമെന്നൊന്നുമില്ല. എനിബഡി ക്യാൻ ഡു ഇറ്റ്, ബട്ട് മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് ഡു ഇറ്റ്, അത്രേ ഉള്ളൂ. നമ്മുടെ മൈൻഡ് ചെറുപ്പം തൊട്ട് നമ്മൾ ജനിച്ച് ഫ്രം ദ ഏജ് 0 തൊട്ട് വളർന്നു വരുന്നതിനനുസരിച്ച് ഇങ്ങനെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും മറ്റുള്ളവർ പറയുന്നതൊക്കെ എന്താണ് നമ്മൾ ഉള്ളിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളെ ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ചുറ്റിനുള്ള ആൾക്കാർ എങ്ങനത്തെ ആൾക്കാരാണ്? പഠിക്കുക, എന്നിട്ട് എന്തെങ്കിലും ഒരു ജോലി വാങ്ങുക, എന്നിട്ട് ജസ്റ്റ് പൈസ ഉണ്ടാക്കിയിട്ട് എന്താണ് ജീവിക്കാൻ വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊക്കെ ചിന്തയുള്ള ആൾക്കാരാകുമ്പോൾ ഇതാണ് നമ്മളെ മൈൻഡിൽ ഇങ്ങനെ എന്താണ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്കൂളിൽ നിന്ന് ടീച്ചർമാരും വരെ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി നേടാം, അതിനാണ് നിങ്ങൾ പഠിക്കുന്നത്. സ്കൂളിൽ എന്താ ഉണ്ടാവുക, സ്കൂളിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും സബ്ജക്റ്റിൽ ഫെയിലായി കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക, അവിടെ അതൊരു മോശം കാര്യമാണ്, അതിന് പോലും ചൂടാവുക ചെയ്യുക. പക്ഷേ ലൈഫിൽ ആക്ച്വലി ഫെയിലിയർ എന്ന് പറയുന്നത് നല്ലൊരു സംഭവമാണ്. കുറേ വട്ടം ഫെയിൽ ആവുമ്പോഴാണ് ഒരാളെന്താണ് ഒരു മേഖലയിൽ എക്സ്പേർട്ട് ആവണത്. കുറേ കാര്യങ്ങളിൽ ഫെയിലിയേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താലൊക്കെ പ്രശ്നങ്ങളാണെന്ന് പഠിക്കുമ്പോഴാണ് ഒരാൾ ആ മേഖലയിൽ എന്താണ് എക്സ്പേർട്ട് ആണ്. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്കൂൾ സിസ്റ്റം നമ്മൾ പഠിപ്പിക്കുന്നത്, ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. അവിടെ ഫെയിലിയർ അല്ലെങ്കിൽ അവിടെ തെറ്റ് സംഭവിക്കുക അല്ലെങ്കിൽ അവിടെ മിസ്റ്റേക്ക് സംഭവിക്കുക എന്നുള്ളത് എന്താണ്, ഒരു ബാഡ് തിങ് ആണ്. എന്നപ്പോൾ ഞാൻ കുറച്ചൊരു ബേസിക് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിലൊന്നാമത്താണ് ബി ഹോണസ്റ്റ് വിത്ത് യുവർ സെൽഫ്. ഇത് ലൈഫ് സക്സസിൻ്റെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവമാണ് ഹോണസ്റ്റി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് എന്താണ്, നിങ്ങൾ നിങ്ങളോട് ഹോണസ്റ്റായി നിൽക്കണം. അതായത് ഞാൻ ഇന്ന് എണീറ്റിട്ട് ഇന്ന് രാവിലെ എനിക്ക് ഒരു പരിപാടി ഉണ്ട് 7 മണിക്ക്, അതിന് ഞാൻ പോകണം. ഞാനിത് ഇന്ന് ജിമ്മ് പോകുമെന്ന് പറഞ്ഞാൽ പോകണം. അതുപോലെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മളെന്താവണം, ഹോണസ്റ്റ് ആവണം. നമ്മളെന്താ പറയുന്നത് അത് നമ്മൾ ചെയ്യണം. നമ്മുടെ മൈൻഡ് 2 സംഭവങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തിങ്ക് ചെയ്യുന്ന നമ്മുടെ നോർമൽ കോൺഷ്യസ് മൈൻഡ്, മറ്റൊന്ന് സബ് കോൺഷ്യസ് മൈൻഡ്, ഉള്ളിലുള്ള ഇമോഷണൽ മൈൻഡ്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിന് എന്താണോ റിയൽ അതുപോലെ എന്താണോ ഇമാജിൻ ചെയ്യണത്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മളെ മൈൻഡ് എന്ത് ചെയ്യാണ്, ഒരു പെസൻ്റ് മൈൻഡ് സെറ്റിലൂടെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് കൊണ്ടുവന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളവിടെ നമ്മളെ പെർസെപ്ഷൻ, നമ്മളെങ്ങനെയാണോ ഈ ലോകത്തിനെ പെർസീവ് ചെയ്യുന്നത്, പൈസനെ പെർസീവ് ചെയ്യുന്നത്, ഈ സംഭവം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ആക്ച്വലി ചേഞ്ചസ് ഇൻ ദ സബ് കോൺഷ്യസ് ലെവൽ ആൾസോ.
നോർമൽ ആൾക്കാർ എങ്ങനെയാണോ അല്ലെ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുക, സ്ക്രോൾ ചെയ്യണു ഇങ്ങനെ ഒരു ബന്ധമില്ലാത്ത എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റ്, ഇപ്പോൾ ഫുഡ് വ്ളോഗുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ വണ്ടിൻ്റെത്, ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും, ഒരു ബന്ധമില്ലാത്തത്. ഇപ്പോൾ ചെറിയ കുട്ടികൾ ഒന്ന് നമ്മളെ വീട്ടിലുള്ള ചെറിയ കുട്ടികളൊന്ന് നോക്കിയാൽ മതി, ഓരിങ്ങനെ എപ്പോഴും സ്ക്രോൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, ഓലെ മൈൻഡൊക്കെ ഒരു പ്രോഗ്രാം ചെയ്യാണ് ആ ഒരു രീതിക്ക്. അപ്പോൾ സാധാ ആൾക്കാർ എന്തൊക്കെ ചെയ്യുക വെച്ചാൽ ന്യൂസ് വായിക്കുന്നു, ന്യൂസ് കാണുന്നു, ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത സംഭവങ്ങൾ ഇൻഫർമേഷനൊക്കെ കയറ്റിയിട്ട് ഒരു ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ കയറ്റിയാണ്ട് ഇങ്ങനെയാണ് ഓലെ പ്രോഗ്രാം ചെയ്യണത്. എൻ്റെ കേസ് പറഞ്ഞാൽ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കില്ല, ന്യൂസ് കാണൂല. കാരണം അതിൽ ഇഷ്ടം പോലെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് നെഗറ്റീവ് സാധനങ്ങളൊക്കെ വരും. എന്തെങ്കിലും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ, സംഭവം നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ഹിയർ പീപ്പിൾ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ഡെഫിനറ്റ്ലി നമ്മുടെ ഇടയിലുള്ള ആൾക്കാരൊക്കെ സ്വന്തം കാര്യമില്ലാതെ ഈ ലോകത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നടക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ ആരെങ്കിലൊക്കെ എന്നോട് പറയും, ഇത് അത് അറിഞ്ഞിട്ടില്ലേ, ഇങ്ങനെ സംഭവം ഉണ്ടായി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ന്യൂസ് കേട്ടിട്ടില്ല, ഇന്ന് എന്തെങ്കിലും പുതിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അവർ പറഞ്ഞുതരും. അവർക്ക് ഒരു ആവശ്യമില്ലാതെ ദിവസത്തിൽ എത്രയോ മണിക്കൂർ ഒരു വെറുതെ ന്യൂസ് കണ്ട് അല്ലെങ്കിൽ ന്യൂസ് വായിച്ച് കളയാൻ. അതിലാണെങ്കിൽ ഇഷ്ടം പോലെ സ്റ്റഫ് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, ആവശ്യമുള്ള വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഹാബിറ്റ് നമ്മൾ ഉള്ളിലേക്ക്, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിലേക്ക് ഇടുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ പ്രോഗ്രാം ചെയ്യുന്ന സംഭവങ്ങൾ, ഈ ന്യൂസും ഈ സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്തത് എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റുകളും അതുപോലെ നെറ്റ്ഫ്ലിക്സും മൂവീസും ഒക്കെ മാറ്റിയിട്ട് അതിന് പകരം ഈ മില്യണയർ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമുക്ക് ആവാൻ ആരാണോ ആഗ്രഹം, അങ്ങനെ മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനത്തെ ആൾക്കാരുടെ പോഡ്കാസ്റ്റുകൾ, ബുക്കുകൾ, ഇൻ്റർവ്യൂസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ കേൾക്കുമ്പോൾ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ച സംഭവങ്ങൾ, അതായത് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തതുപോലെ റിപ്പീറ്റേഷൻ, സ്കൂളിൽ നിന്ന് റിപ്പീറ്റേഷൻ, ഈ ജയിൽ ബാഡാണ്, എനിക്ക് മാത്സ് കഴിയൂല, ഒരു സബ്ജക്റ്റ് ഫെയിൽ ആവുന്നത് ചീത്ത കാര്യമാണ്, അത് നല്ല മാർക്കുമാണ്, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മൈൻഡ് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇനി നമ്മൾ റീപ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ സംഭവങ്ങൾ ഞാൻ പറഞ്ഞ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ബുക്സും പോഡ്കാസ്റ്റുകളും ഇൻ്റർവ്യൂസൊക്കെ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക, വീണ്ടും ഇങ്ങനെ കേൾക്കുക, പല ആൾക്കാരത് ഇങ്ങനെ മാറി കേൾക്കുക. അപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൾ ഓല മൈൻഡ് സെറ്റ് അല്ലേ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക, നമ്മൾ വേറെ ആൾക്കാരെ മൈൻഡ് സെറ്റ് അല്ലേ. പക്ഷേ ആക്ച്വലി എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മളവിടെ കോപ്പി ചെയ്യല്ല. കുറേ ആൾക്കാർ ഡിഫറെൻ്റ് ആൾക്കാരെ വ്യൂ പോയിൻ്റ് ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അവർക്കൊക്കെ ഒരു കോമൺ ഹാബിറ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ നോർമലി എന്താവും, അതേപോലെ ചിന്തിക്കാൻ തുടങ്ങും, നമ്മളെ മൈൻഡ് സെറ്റ് അതേപോലെ ആവും. അതിൻ്റെ ഒരു കോമ്പിനേഷനെ കണ്ട് അതിൻ്റെ ഒരു എല്ലാത്തിൻ്റെയും കൂടി മിക്സ്, പക്ഷെ ഒരു പുതിയൊരു ഐഡൻറ്റിറ്റി രീതിയിലായിരിക്കും. ഒരിക്കലും ഒരാളെ കോപ്പി ആവില്ല, നമ്മളതായിട്ടുള്ളൊരു വേർഷൻ ആയിരിക്കും. ഇപ്പോൾ പല ആൾക്കാരും വിചാരമുണ്ട്, ഇപ്പോൾ സ്മാർട്ട്നെസ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടതെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കി, എത്രത്തോളം ഇൻ്റലിജൻറ്റ് അല്ലെങ്കിൽ സ്മാർട്ട് ആൾക്കാരാണ് മില്യണേഴ്സ് അല്ലെങ്കിൽ ബില്യണേഴ്സായി മാറുന്നത്, റിച്ചായി മാറുന്നത്, വെൽത്തി ആയിട്ട് മാറുന്നത് എന്നുള്ളത്. നല്ല ബുദ്ധിയുള്ള ആൾക്കാർ, നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, നല്ല ഐക്യമുള്ള ആൾക്കാരൊക്കെ ഈ 9 to 5 കിടന്നാണ്ട്, അല്ലാണ്ടെങ്കിൽ വല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്തെങ്കിലും ഒരു മേഖല കിടന്നാണ്ട് സ്ട്രഗിൾ ചെയ്യണം അധികം ആൾക്കാരും. അവർക്ക് ഓരോ ടൈം ഫ്രീ ചെയ്യാൻ പറ്റിയിട്ടില്ല, അവർക്ക് ഓരോ ലൊക്കേഷൻ ഫ്രീ ചെയ്യാൻ പറ്റിയില്ല, അവർക്ക് ഓരോ ഫിനാൻഷ്യൽ ഫ്രീഡം ചിലപ്പോൾ അത് മാത്രം അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. സോ നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് മെയിനായിട്ട് എന്തിനാണ്? ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നത് ടു ഫ്രീ അവർ ടൈം, ടു ഫ്രീ അവർ ലൊക്കേഷൻ. മെയിൻലി ഇതാണ് ആൾക്കാർക്ക് മനസ്സിലാവാത്തത്. പീപ്പിൾ ട്രേഡ് ദെയർ ലൈഫ് ഫോർ മണി. അതുകൊണ്ട് തന്നെ പൈസ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടി പറഞ്ഞുതരാം, പീപ്പിൾ ട്രേഡ് ദെയർ ലൈഫ്സ് ഫോർ മണി. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു ദിവസം ഒരു 1000, 2000 അല്ലെങ്കിൽ ഒരു 3000 കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹിസ് എൻറ്റയർ ലൈഫ് ഹീ വിൽ വർക്ക് ഫോർ യു. ഡിപ്പെൻസ് ഓൺ ദ മൈൻഡ് സെറ്റ്. ഇന്ന പോലത്തെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇട്ടറിഞ്ഞ് പോവും. പക്ഷേ ഒരു നോർമൽ ആവറേജ് പേഴ്സൺ എടുത്തു കഴിഞ്ഞാൽ ഓൻ എന്തേ ചിന്തിക്കുള്ളൂ, എനിക്ക് ഒരു ദിവസം 3000 കിട്ടുന്നുണ്ടല്ലോ, ഇങ്ങനെ ചിന്തിക്കുള്ളൂ. ഓൻ്റെ ഒരു ദിവസം ഫുള്ള്, അങ്ങനെ എത്ര ദിവസം വേണമെങ്കിലും ഇങ്ങൾക്ക് വേണ്ടി ഓൻ വർക്ക് ചെയ്യും. മനസ്സിലായി? ഇതൊരു സംഭവം ചിലപ്പോൾ ഒരു ബാഡ് രീതിയിൽ തോന്നുന്നുണ്ടാവും, നമ്മൾ വേറെ ആളെ കൊണ്ട് പണിയെടുപ്പിച്ചല്ലെന്നുള്ളത്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ട്രൂ. ഇവൻ ഇഫ് യു അക്സെപ്റ്റ് ഇറ്റ് ഓർ വോണ്ട് അക്സെപ്റ്റ് ഇറ്റ്, പീപ്പിൾ ട്രേഡ് ദെയർ ലൈഫ് ഫോർ മണി. അങ്ങനെയുള്ള ആ പൈസക്ക് അത്രയും മൂല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആൾക്കാർ പോലെ ജീവിതം ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പോർട്ടൻ്റ് സംഭവമാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇവിടെ എന്താ? ഒരിക്കലും കുറേ നമ്മൾ ടൈം ഫുള്ള് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരു നേരം പോലും ഒന്നിനും നമുക്ക് ചെയ്യാനില്ല. അങ്ങനെ നമ്മൾ ടൈം വേസ്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്തിട്ട് എന്നിട്ട് ഒരുപാട് പൈസ അക്യുമുലേറ്റ് ചെയ്യാനല്ല. ഫസ്റ്റ് ഓക്കെ, ടൈം സാക്രിഫൈസ് ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കേണ്ടി വരും. പിന്നീട് നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത ആ പൈസ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ലൈഫ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യും.
നമ്മളിതുപോലെ കുറേ ആൾക്കാരെ ഹയർ ചെയ്യും. നമ്മളെ കാര്യങ്ങൾ പേഴ്സണൽ ഒരുപാട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡെലിഗേറ്റ് ചെയ്യും, മറ്റുള്ള ആൾക്കാരെ ഏൽപ്പിക്കും. ഇതേപോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെ 2000 3000 കൊടുത്തു കഴിഞ്ഞാൽ ഓലെ ലൈഫ് തന്നെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ വെച്ചാണ്ട് എന്ത് ചെയ്യും, നമ്മളെ ടാസ്കുകളൊക്കെ ഓൽക്ക് കൊടുക്കും, ഓല് നമുക്ക് വേണ്ടി വർക്ക് കൊടുക്കും. വി വിൽ ഫ്രീ അവർ ടൈം. ഫസ്റ്റ് വിൽ ട്രേഡ് അവർ ടൈം ആൻഡ് മേക്ക് മണി, ദെൻ വി യൂസ് ദ മണി ടു ഫ്രീ അവർ ടൈം. ഇതാണ് ബേസിക്കലി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുള്ള മൈൻഡ് സെറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ലൊക്കേഷനും നമ്മളെ ടൈമും നമ്മൾ ഫ്രീ ആക്കണം. അതായത് എവിടെ പോയാലും ഏത് നേരത്തും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഞാൻ വിചാരിക്കുന്ന രീതിയിൽ. ബാക്കിയുള്ളവർ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യും. സോ മണി ഈസ് ഓട്ടോമാറ്റിക്കലി മെയ്ഡ്. ഇതൊരിക്കലും ഒരു കോഴ്സ് മാതിരി അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ പൈസ കിട്ടും എന്നല്ല പറയുന്നത്. ഇവരെ ഇടയിൽ നിങ്ങളെ മൈൻഡ് സെറ്റ് പ്രോഗ്രാം ചെയ്യാനുള്ള കുറച്ച് കോമൺ സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ ബില്യണേഴ്സിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ അറിവുകളുണ്ടാവില്ലേ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ, അതാണ് പറഞ്ഞു തന്നെ കേട്ടോ. കുറേ ആൾക്കാരുടെ വിചാരമുണ്ട് നമ്മളൊരു ട്രാപ്പിലാണ്, നമ്മളെന്താണ് ലൈഫ് എന്നൊക്കെ പറയണത് ഒക്കെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സാണ്. അതായത് ലൈഫിൻ്റെ രീതിയിൽ പോകും, നമ്മൾ അതിനനുസരിച്ച് പോകുന്നുള്ള രീതിയിൽ. ആക്ച്വലി യു ക്യാൻ ക്രിയേറ്റ് ദ ലൈഫ് ദാറ്റ് യു വാണ്ട്. യു ക്യാൻ, ലിറ്ററലി യു ക്യാൻ. അത്രയുള്ള സംഭവം. സോ അതിന് വർക്ക് കിട്ടണം. ഇഫ് യു ഡോണ്ട് ബിലീവ് മീ, ഞാൻ പറയണത് വാച്ച് മീ ഇൻ 5 years. സ്റ്റിക്ക് ടു ദിസ് ചാനൽ. 5 കൊല്ലം കൊണ്ട് എവിടെ എത്തുന്ന നോക്കും. ഇഫ് ഐ ആം അലൈവ്, ഇൻഷാ അല്ലാഹ്, ഇഫ് ഐ ആം അലൈവ്, വാച്ച് മീ ഗ്രോ. ഇനി അടുത്തൊരു സംഭവമാണ്, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടിൽ ഫോക്കസ് ചെയ്യരുത്. റിസൾട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്. ആ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ജിമ്മ് പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ എന്താ പറയുക ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്നും കണ്ണാടിയിൽ വന്നുകൊണ്ട് ബോഡി വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ ഫ്ലെക്സ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് ശരിക്കും റിസൾട്ടിൽ ഒബ്സസ് ചെയ്യണമാണ്. അപ്പോൾ അങ്ങനെ ഫ്ലെക്സ് ചെയ്ത് ഇങ്ങനെ നോക്കുന്നിട്ട് ബോഡി കാണില്ലല്ലോ പറയണം. അയിമ ഒബ്സസ് ചെയ്യുന്നതിൻ്റെ പകരം, എന്നും ഫോട്ടോ എടുത്തുകൊണ്ട് ഇങ്ങനെ നോക്കുന്നതിന് പകരം നമ്മൾ ശരിക്കും എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഇൻപുട്ടിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, റിസൾട്ടിലല്ല ഇൻപുട്ടിൽ. ഇൻപുട്ട് എന്തൊക്കെയാണ്, ഒരു നല്ലൊരു ബോഡി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് എന്തൊക്കെയാണ്? ഒന്ന്, നല്ല ഫോമിൽ പ്രോഗ്രസീവ് ഓവർലോഡിങ് ചെയ്ത് ഹൈപ്പോട്രഫിക്ക് വേണ്ടി ട്രെയിൻ ചെയ്ത് മസിൽ ബിൽഡ് ചെയ്യാനാണ് പറയുന്നത്. ഹൈപ്പോട്രഫിക്ക് വേണ്ടി ട്രെയിൻ ചെയ്യുക, അതായത് ഒരു 10-12 റെപ്പ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ബയോ അവൈലബിൾ ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഫുഡുകൾ ഒരു എന്താ പറയുക 85% ഹെൽത്തി ഫുഡുകളും 15% ഒക്കെ എന്ത് കഴിക്കണുള്ളൂ, അൺഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ കഴിക്കണുള്ളൂ. നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ട്, ഒരു 8 മണിക്കൂറൊക്കെ സ്ലീപ്പും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻപുട്ട്. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് ചെയ്തു, ഒരു മാസം ചെയ്തിട്ട് ഇത് വർക്ക് ആവുണ്ടോ എന്ന് നോക്കാനുള്ളൊരു ഇൻഡിക്കേഷൻ മാത്രമാണ് എന്ത്, നമ്മൾ ആ മാസം കഴിഞ്ഞിട്ട് നമ്മളെ ബോഡി കഴിഞ്ഞ മാസമായിട്ട് എന്ത് ചേഞ്ച് വന്നിക്കണം എന്നുള്ളത്. അതല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്, റിസൾട്ടും ഒബ്സസ് ചെയ്യരുത്, എന്നും അത് വെച്ചാണ് നോക്കരുത്. ഡു നോട്ട് ലെറ്റ് ദ റിസൾട്ട്സ് കൺട്രോൾ യു. യു കൺട്രോൾ ദ റിസൾട്ട് ബൈ മേക്കിംഗ് ചേഞ്ചസ് ഓർ ഡൂയിങ് ദ ഇൻപുട്സ്. ഇനി നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാന്നുള്ളതിൽ കുറച്ച് ടൂൾസുകൾ, ഏറ്റവും ഉപകാരപ്പെടുന്ന ടൂൾസുകൾ ഞാൻ പറഞ്ഞുതരാം. പെർസെപ്ഷൻ, നമ്മളെങ്ങനെ പൈസനെ അല്ലെങ്കിൽ നമ്മളെങ്ങനെ ഈ ലോകത്തെ നമ്മളെങ്ങനെ ഓരോ കാര്യത്തെയും നോക്കി കാണുന്നു എന്നുള്ളത്. ഇമാജിനേഷൻ, യുവർ ഇൻറ്റ്യൂഷൻ, വിൽ, മെമ്മറി, റീസൺ. ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാൻ പറ്റും. ഞാനൊരു 2 കമ്പാരിസൺ ചെയ്തുതരാം ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. പെർസെപ്ഷനുള്ള വ്യത്യാസം. 2 ആൾക്കാരുണ്ട്. ഒരു എന്ത് ചെയ്തു, ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നു, ഒരു ഫ്ലവർ വൈസ് വാങ്ങാനാണ് വന്നത്. അതിൽ ഒരാൾ ഒരു 9 to 5 വർക്കറാണ്. അയാൾക്ക് ഒരു ദിവസം കഷ്ടപ്പെട്ടാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മന്ത്ലി സാലറി 30,000 ആണ്. അപ്പോൾ അതായത് ഏകദേശം ഒരു ദിവസത്തെ സാലറി എന്ന് പറയുന്നത് 1000 രൂപ. ഇയാൾ രണ്ടാമത്തെ ആൾ ഒരു എൻ്റർപ്രണറാണ്. അങ്ങനെ ഇന്ന ദിവസം എന്നെ മന്ത്ലി സാലറി എന്നൊന്നുമില്ല. ഇഫ് ഹി വർക്ക്സ് ഹി വിൽ മേക്ക് മണി, ഈവൻ ഇഫ് ഹി ഡോണ്ട് വർക്ക് ലൈക്ക് ഹിസ് ടീം വിൽ വർക്ക് ഫോർ ഹിം. പൈസ ഓട്ടോമാറ്റ് ചെയ്ത ഒരാളാണ്. ഫോർ ഹിം ഹി മേക്സ് ലൈക്ക് ഒരു ദിവസം ഡസൻറ്റ് മാറ്റർ 10K 20K 30K 40K ഒക്കെ ഉണ്ടാക്കും. അത് ബിസിനസ്സിൻ്റെ പെർഫോമൻസ് അനുസരിച്ചാണ്. അപ്പോൾ ഈ ഒരു സെയിം ഫ്ലവർ വൈസിന് ഒരു ഇമാജിൻ ഒരു 5000 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഫ്ലവർ വൈസിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റീസാണ്. അപ്പോൾ ഇയാൾ എന്താ വിചാരിക്കുക, ഈ 9 to 5 വർക്ക് ചെയ്യുന്ന ആൾ, അയാൾക്ക് ഒരു ദിവസം 1000 കിട്ടണുള്ളൂ. ഞാൻ 5 ദിവസം പണിയെടുത്ത പൈസ ഈ ഫ്ലവർ വൈസിന് വേണ്ടി ചിലവാക്കി, മുതലാവില്ല അല്ലല്ലോ. ഇയാൾ 5000
ഡസ് മാറ്റർ. കാണാൻ നല്ല രസമുണ്ട്, എൻ്റെ വീട്ടിൽ വെച്ചാൽ അടിപൊളിയായിക്കാരം, പൈസ ഒന്നും പ്രശ്നമല്ല, എടുക്കും. കണ്ടോ? ഇപ്പോൾ ഇയാളെ സംബന്ധിച്ച് ഇയാൾ ഒരു ദിവസം എത്ര ഉണ്ടാക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞ മാതിരി 1000 2000 എന്നല്ല, 10K 20K 30K 40K 50K ഈ രീതിയിലൊക്കെ മൂപ്പര് ബിസിനസ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂപ്പരെ സംബന്ധിച്ച് ഇതൊരു വിഷയമല്ല. കാരണം മൂപ്പര് അവിടെ വർക്ക് ചെയ്യണ പോലില്ല, മൂപ്പര് മെയിൻ കാര്യങ്ങൾ മാത്രമേ നോക്കണുള്ളൂ. മൂപ്പര് ഇൻകം എന്താണ് ഓട്ടോമേറ്റ് ചെയ്ത ഒരാളാണ്. കാര്യങ്ങളൊക്കെ മൂപ്പര് ഉറങ്ങുമ്പോൾ പോലും അവിടെ ഇൻകം ഉണ്ടാവുന്നുണ്ട്, മറ്റുള്ള ആൾക്കാർ മൂപ്പർക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളെ സംബന്ധിച്ച് ഇതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമല്ല. പക്ഷേ ഇയാളെ സംബന്ധിച്ച് ഇതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ്. ഇത് രണ്ടും എന്താണ്? നമ്മളെ പെർസെപ്ഷനാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളെ എന്താണ് സബ് കോൺഷ്യസ് മൈൻഡിന് റിയാലിറ്റി ഇമാജിനേഷൻ തമ്മിൽ വ്യത്യാസം മനസ്സിലാവില്ല എന്നുള്ളത്. ഇപ്പം നിങ്ങൾ ഡെയിലി നിങ്ങളെ ഇമാജിൻ ചെയ്യുന്നുണ്ട്, വർക്ക് കൂടെ ഉണ്ട് അതിൻ്റെ ഒപ്പം, അതേപോലെ തന്നെ ഇമാജിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ സക്സസ് അച്ചീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുള്ളതൊക്കെ വിഷ്വലൈസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണ് അതിന് ആ ഒരു ഡിഫറൻസ് അതിനറിയില്ല, അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത്. അപ്പോൾ ഒരു റിയൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ കാണുക. അപ്പോൾ നമ്മൾ സക്സസ് ആവാനുള്ള ചാൻസ് കൂടും. ഇത് ഞാൻ അന്ന്, അതായത് CA ഇൻ്റർന് പഠിക്കുമ്പോൾ എൻ്റെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു ട്രിക്കാണത്, വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത്, നമ്മൾ പാസ്സാവുന്ന സംഭവം. അതേപോലെ തന്നെ റീസൺ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് എന്താ കാരണം എന്നുള്ളത് പിന്നെയും നമ്മളെ മൈൻഡിലേക്ക് ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കുക. ഇൻഡ്യൂഷൻ, അതേപോലെ വില്ല്, ഈ സംഭവങ്ങളൊക്കെ എന്താണ് നമ്മളെ മൈൻഡ് സെറ്റിനെ മൊത്തം നമുക്ക് മാറ്റിയെടുക്കാം, റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങളെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? റെപ്പറ്റേഷൻ വേണം. വീണ്ടും നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞ മാതിരി പല ആൾക്കാരുടെ മൈൻഡ് സെറ്റുകൾ, പല വീഡിയോസ്, പോഡ്കാസ്റ്റുകൾ, ബുക്കുകൾ, ഇങ്ങനത്തെ വീഡിയോസൊക്കെ വീണ്ടും കേട്ടിട്ട് വീണ്ടും റെപ്പറ്റീഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. അനലൈസ് യുവർ ലൈഫ് റൈറ്റ് നൗ. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പം ഞാൻ ചെയ്യുന്ന ഇൻപുട്ടുകൾ ഞാൻ വിചാരിക്കുന്ന റിസൾട്ടിൽ നിന്ന് എത്തിക്കുമോ എന്നുള്ളത് നോക്കാം. ഇഫ് യു ആർ നോട്ട് ഇൻ ഹാർമണി വിത്ത് യുവർ സെൽഫ്, വിത്ത് വാട്ട് യു ആർ ഡൂയിങ്, നിങ്ങൾ എത്തേണ്ട സ്ഥലത്തല്ല. ഇപ്പോൾ പല ആൾക്കാർ ഈ സംഭവം ചെക്ക് ചെയ്യും കൂടിയില്ല. നമ്മൾ ഡെയിലി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുക എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളെ റിസൾട്ട്, നമ്മൾ വിചാരിക്കുന്ന, നമുക്ക് ഇപ്പോൾ 10 lakh ഉണ്ടാക്കണം ഒരു മന്ത് കൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കാർ വാങ്ങണം, ഒരു ബൈക്ക് വാങ്ങണം, ഈ ഒരു റിസൾട്ടിലേക്കാണോ നമ്മൾ എത്തിക്കുക എന്നുള്ളത് നമ്മൾ നോക്കണം. മോസ്റ്റ് ഓഫ് ദ കേസ് അങ്ങനെ ആവില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്ക്രോൾ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ ബിഞ്ച് ഈറ്റിങ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മളേറ്റവും നോണാറുണ്ട്. ഞാൻ അവിടെ പോകുമെന്ന് പറയും പക്ഷെ പോകില്ല, ഞാൻ ജിമ്മിൽ പോകുമെന്ന് പറയും പക്ഷെ പോകില്ല, ഞാൻ രാവിലെ എണീക്കുമെന്ന് പറയും പക്ഷെ എണീക്കില്ല. നമ്മളോട് തന്നെ നമ്മൾ ഓണസ്റ്റ് അല്ല, നമ്മൾ ട്രസ്റ്റ് വർത്തിയല്ല, നമുക്ക് ഡിസിപ്ലിൻ ഇല്ല. ഇങ്ങനെ ആയിരിക്കും മോസ്റ്റ് ആൾക്കാരും ലൈഫ്. അപ്പോൾ ഈ സംഭവങ്ങൾ, ഈ ബേസിക്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളെ ലൈഫ് തന്നെ നമ്മളൊരു കൺട്രോളിലാക്കി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ കോമൺ ഹാബിറ്റ് ദാറ്റ് ഓൾ ദീസ് റിച്ച് പീപ്പിൾ ഹാവ്. സോ ആസ്ക് യുവർ സെൽഫ്, ലാസ്റ്റ് സംഭവമാണ്, വാട്ട് ഐ ആം ഡൂയിങ് ടുഡേ, what I am doing every day, will it lead to me the results which I want? ഞാൻ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ എന്നും ചെയ്യുന്ന ഇൻപുട്ടുകൾ ഞാൻ വിചാരിക്കുന്ന ഔട്ട്പുട്ടിലേക്ക് എന്നെ എത്തിക്കുമോ എന്നുള്ളത് ഡെയിലി ആസ്ക് യുവർ സെൽഫ്. ആൻഡ് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയാസ് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.